ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ കണ്ടന്റ് ഒന്നും റീക്യാപ്പ് ചെയ്യുന്നുണ്ട്, അത് ചോദിക്കുകയും ചെയ്യും കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനെ നോക്കണം. അതിൽ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്തിന്റെ ആയിരുന്നു ഏറ്റവും ലാസ്റ്റ് ചെയ്തത്? അല്ലേ, കുറച്ച് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലേക്ക് നമ്മൾ ചെയ്തു അല്ലേ. അന്ന് ഞാൻ പറഞ്ഞു എല്ലാ ഇക്വേഷനും നമ്മൾ ഒരുമിച്ച് എഴുതിയില്ലേ? എന്നിട്ട് ഇക്വേഷൻസ് ഒരുമിച്ച് എഴുതി. ഇതാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയി. ഏതൊക്കെ ചാപ്റ്റർ ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കില്? ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്, സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം, തേർഡ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ അല്ലേ. ഫോർത്ത് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്, ഫിഫ്ത് ചാപ്റ്റർ തെർമോ ഡയനാമിക്സ്, സിക്സ്ത് ചാപ്റ്റർ ഇക്വിലിബ്രിയം. അങ്ങനെ 6 ചാപ്റ്റർ ആണ്. അപ്പോ നിങ്ങൾക്ക് ഈ 6 ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ ചാപ്റ്ററിലെ ഏറ്റവും ബേസിക് കണ്ടന്റ് കറക്റ്റ് ഓർഡറിൽ വരണം കേട്ടോ. കറക്റ്റ് ഓർഡറിൽ പതുക്കനെ ക്ലിയർ ചെയ്ത് വേണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യമുള്ളൂ. നമുക്ക് ഇനിയുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് 2 ചാപ്റ്റേഴ്സാ. ഏതൊക്കെയാ? റിഡോക്സ് റിയാക്ഷൻ, സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കില. പിന്നെ ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, ഹൈഡ്രോ കാർബൺ. അതില് ഏറ്റവും ടഫസ്റ്റും അടുത്ത വർഷം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബണിന്റെ ചാപ്റ്റേഴ്സ് അതുപോലെ തന്നെ ചോദിക്കും. ആർക്കെങ്കിലും എടുത്തിട്ടുണ്ടോ സ്കൂളിൽ ഹൈഡ്രോ കാർബൺ? നിങ്ങൾക്ക് എടുത്തു അല്ലെ? എവിടെയും വരെ എടുത്തു മോനെ? ഫ്രൂട്ട്സ് അല്ലെ, അവിടെയും വരെ എടുത്തുള്ളൂ. ഡീകാർബോക്സിലേഷൻ എടുത്തില്ല കേട്ടോ. ഓക്കെ, ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ അല്ലെ. അതിലെ രണ്ടാമത്തെ ഹെഡിങ് ആണ് അത് അല്ലെ. ഫസ്റ്റ് ഹെഡിങ് അത് സെക്കൻഡ് ഹെഡിങ്. ഫസ്റ്റ് ഹെഡിങ് പറഞ്ഞോ, കിട്ടും. ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ അല്ലെ. ഡബിൾ ബോണ്ടിലേക്ക് ഹൈഡ്രജൻ ആൻഡ് നിക്കൽ ആൻഡ് പലേഡിയം. അപ്പൊ ഇടുമ്പോ എന്ത് കിട്ടും? ആൽക്കെയിൻ കിട്ടും. സെക്കൻഡ് ഹെഡിങ് ആണ് എന്ത് വരുന്നത് അല്ലെ? റൂട്ട്സ്. അതിലെ ഹെഡിങ് എന്താ? ഫ്രം ആൽക്കൈൽ ഹാലൈഡ് കേട്ടോ. അതില് ആദ്യത്തെ CH3Cl, പിന്നെന്തായിരുന്നു? ZN. ശരിയാ, പറഞ്ഞോ. H+ അല്ലെ. H+ കൊടുക്കും. അപ്പോ CH4 ആകും. രണ്ടാമത്തത് അതിന്റെ അണ്ടറിലെ രണ്ടാമത്തെ ഹെഡിങ് ആണ് റൂട്ട്സ് റിയാക്ഷൻ. ശ്രദ്ധിക്കുക, ഇയാളെ പറഞ്ഞ റൂട്ട്സ് അടുത്ത വർഷം അതേപോലെ തന്നെയുണ്ട്. +2ന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഇതുണ്ടോ? ഇത് +2ലെ ബുക്കാ. ഈ +2ലെ ബുക്കില് സെക്കൻഡ് പാർട്ട് നോക്കട്ടെ. +2ലെ ബുക്ക് ഇതില് നിങ്ങൾക്ക് ആ റിയാക്ഷൻസുകളെല്ലാം തന്നെ അതേ പേരിലൂടെ ഉണ്ടാവും. ഹാലോ ആൽക്കെയിൻ. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തിനു പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടോ ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കി. എന്താ എഴുതിയേക്കുന്നത്? റൂട്ട്സ്, ഫിറ്റിക് റിയാക്ഷൻ. പിന്നെ എന്താ എഴുതിയേക്കുന്നത്? ഫിറ്റിക് റിയാക്ഷൻ. ഇതിനു മുമ്പ് എന്താ എഴുതി വെച്ചേക്കണേ നോക്കിയേ. റിയാക്ഷന്റെ താഴെ എന്താ എഴുതി വെച്ചേക്കണം നോക്കിയേ. റൂട്ട്സ് റിയാക്ഷൻ. കണ്ടോ? അതിന്റെ താഴെ ഇവിടെ എന്താ എഴുതി വെച്ചേക്കുന്നത്? യൂണിറ്റ് 13 ക്ലാസ് 11. ക്ലാസ് 11 എല്ലാ മിക്ക റിയാക്ഷൻസും ഉണ്ട് എന്ന് പറഞ്ഞ് ഈ ചാപ്റ്റർ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ നിങ്ങൾ കാണും കൂടി ഇല്ല. എക്സാമിന് ബോർഡ് എക്സാമിന് സാർ ഇത് എവിടെ നിന്ന് വന്നു ആരും പറഞ്ഞു തരില്ല. കാരണം നിങ്ങൾ പഠിച്ചു എന്നുള്ള രീതിയിൽ എടുക്കും. അതുകൊണ്ട് ആ റിയാക്ഷൻ ഒക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ഹൈഡ്രോ കാർബൺ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ചാപ്റ്ററിന്റെ സ്കൂളിൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ പേരുള്ള റിയാക്ഷൻ ഉണ്ട്, റൂട്ട്സ്. അത് കഴിഞ്ഞാൽ ഒരെണ്ണം വരും ഡി കാർബോക്സിലേഷൻ റിയാക്ഷൻ. അത് കഴിഞ്ഞാൽ കോൾബ്സ് ഇലക്ട്രോലിസിസ് റിയാക്ഷൻ. അങ്ങനെ പേരുള്ള റിയാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഭയങ്കര നിങ്ങൾക്ക് സ്കൂളിൽ അത്രയും പേര് പോർഷൻ എടുത്തോ? റിഡോക്സ് ഒക്കെ എടുത്തു. മറ്റേ ഓർഗാനിക് ഇതെടുത്തു അല്ലെ. പിന്നെ മറ്റേ ഓർഗാനിക് കെമിസ്ട്രി കഴിഞ്ഞു, ഇക്വിലിബ്രിയം കഴിഞ്ഞു, എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് എത്തും അല്ലെ. നമ്മള് ഇന്ന് റിഡോക്സ് തുടങ്ങുന്നത് കേട്ടോ. ഓക്കെ, വന്നല്ലോ അല്ലെ. ഇന്ന് എല്ലാ കഴിഞ്ഞ ക്ലാസ്സിലെ എല്ലാ ഇക്വേഷനും എഴുതാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇൻഡിവിജ്വൽ എഴുതും. ഓക്കെ, ഏതൊക്കെയായിരുന്നു ലാസ്റ്റ് ഇക്വിലിബ്രിയത്തിൽ പഠിച്ച ഇക്വേഷൻസ് ഒന്ന് നോക്കാം. ലാസ്റ്റ് എഴുതിയത് കേട്ടോ. ഓക്കെ, ഒന്ന് പഠിക്കാതെ ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ തന്നെ പഠിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, അല്ലാതെ ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ച് തീർത്തേക്കാം. ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു? KC ഈക്വൽ ടു C⁻C D⁻D divided by A⁻A and B⁻B. Second equation KP equal to PC⁻C PD⁻D. പിന്നെ എന്തായിരുന്നു? PA⁻A PB⁻B അല്ലേ. ഓക്കെ, അടുത്തത് എന്തായിരുന്നു? KP equal to KC into
RT raised to delta n. അടുത്ത ഇക്വേഷൻ pH equal to minus log of H plus ion. Then next അടുത്ത ഇക്വേഷൻ എന്തായിരുന്നു? K into KB equal to KW equal to 10 raised to minus 14. അടുത്തതിലാണ് പ്ലസ് വരുന്നത്. എന്തായിരുന്നു? PK plus PKB equal to PKW equal to എത്ര കിട്ടും? 14. എന്തിനാണ്? ആണോ? അവിടെ നിന്ന് ആരെങ്കിലും ചോദിച്ചു തന്നോളൂ ടീച്ചേഴ്സ്. ഓക്കെ, മിസ്സിന്റെ അടുത്ത് ചോദിച്ചു. നെക്സ്റ്റ് അടുത്ത എന്തായിരുന്നു? K equal to C alpha square by 1 minus alpha. KB equal to same തന്നെയാണ് അല്ലേ? Then next എന്തായിരുന്നു? pH equal to pH സോൾട്ടിന്റെ എന്തായിരുന്നു? pH equal to 7 plus half of PK minus PKB കിട്ടണം കേട്ടോ. അടുത്ത എന്തായിരുന്നു? എന്തായിരുന്നു അത്? അസിഡിക് അസിഡിക് കോമ്പൗണ്ടില് എന്തായിരുന്നു? pH equal to PK plus conjugated base divided by conjugated acid. കണ്ടോ? കോൺജുഗേറ്റഡ് കേട്ടോ. ഓക്കെ, കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞ് ബ്രോൺഷെഡിൽ വരുന്നതാണ് കേട്ടോ. കോൺജുഗേറ്റഡ് ആസിഡും കോൺജുഗേറ്റഡ് ബേസും വരുന്നത്. ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ ആ ചാപ്റ്ററിനെ പഠിച്ചു നോക്കണം. ദെൻ ഓരോന്നിന്റെയും ക്വസ്റ്റ്യൻസുകൾ അല്ലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ചെയ്തു. ഇന്ന് നമ്മൾ റിഡോക്സ് സ്റ്റാർട്ട് ചെയ്ത് പോവാണ് കേട്ടോ. ഓക്കെ, റിഡോക്സിലേക്ക് പോവാണ്. നമുക്ക് പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഇൻഡിവിജ്വലി നമുക്ക് ഓരോരുത്തരും പറഞ്ഞ് റിഫൈൻഡ് ആക്കുക. അതാണ് എന്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ പോർഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഓർഡറിൽ റിഫൈൻഡ് ആക്കാം കേട്ടോ. ഓക്കെ, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇടക്കിടക്ക് കട്ടായി പോകുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്യൂ ആണോ എന്തെങ്കിലും പറയണം കേട്ടോ. ഓക്കെ, മെസ്സേജ് അയക്കണം. അമൽ ഓക്കെ അല്ലേ കേട്ടോ? റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അർജുന ഇപ്പൊ വന്നു, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ നമ്മളിതാ റിഡോക്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. റിഡോക്സ് റിയാക്ഷൻ ഹെഡിങ് എഴുതി വെച്ചോ കേട്ടോ. റിഡോക്സ് റിയാക്ഷൻ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് റിഡോക്സ്. റിഡോക്സ് റിയാക്ഷൻ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് നിങ്ങൾക്ക് ഈ റിഡോക്സ് എന്ന് പറയുന്നത്. അതില് ലാസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്, അതൊരു ബാലൻസിങ് റിഡോക്സ് എന്ന് പറയുന്നത്. അത് മാത്രം ഇതിൽ ടഫ് ഉള്ളൂ, ബാക്കിയൊക്കെ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതിനു വേണ്ടി കുറെ സമയം എടുക്കും. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുണ്ടെങ്കിലും നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതൊഴിച്ച് അത് ചിലപ്പോൾ ഒരു വലിയ മാർക്ക് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാം. 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ഒറ്റ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പൊ അതുകൊണ്ട് അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഈസിയാണ്. അപ്പൊ അതൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ വേണം. റിഡോക്സ് നിങ്ങൾ ആദ്യമായിട്ട് കേട്ടേക്കുന്നത് എവിടെയാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? റിഡോക്സ് എന്ന് പറയുന്ന ടേം കേട്ടത് എവിടെയാണ്? ക്ലാസ് 10 ആണ് അല്ലെ? 10th ഏത് ചാപ്റ്റർ ആയിരുന്നു? ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്. അവിടെ നമ്മൾ പറയാണ് അഡീഷൻ ഓഫ് ഓക്സിജൻ. എന്തായിരിക്കും അഡീഷൻ ഓഫ് ഓക്സിജൻ? ഓക്സിജൻ ആഡ് ചെയ്ത് എന്ത് പറയും? ഓക്സിജൻ ആഡ് ചെയ്ത് എന്ത് പറയും? ഓക്സിഡേഷൻ. ഓക്സിജൻ ആഡ് ചെയ്ത ഓക്സിഡേഷൻ. ഹൈഡ്രജൻ ആഡ് ചെയ്ത എന്തായിരിക്കും? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ ഓർ ഹൈഡ്രജനേഷൻ അല്ലെ? ഓക്കെ, പറഞ്ഞു. അപ്പൊ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജനേഷൻ ഓർ റിഡക്ഷൻ എന്ന് വിളിക്കും. Then oxidation and reduction take place simultaneously is known as redox. അപ്പോൾ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ സൈമൾട്ടേനിയസ്ലി നടന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഡോക്സ് റിയാക്ഷൻ. അതാണ് നിങ്ങൾ 10th പഠിച്ചത്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അവിടെ തുടങ്ങുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ടോട്ടൽ കണ്ടന്റ് പറയാം. നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞില്ലേ അഡീഷൻ ഓഫ് ഓക്സിജൻ, അങ്ങനെ പറയുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഓക്സിഡേഷനും റിഡക്ഷനും അവിടെ ആദ്യത്തെ ടോപ്പിക്കിൽ പറയുന്നത്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ വെച്ചിട്ടാണ്. എന്തായിരിക്കും? ഇലക്ട്രോൺ. ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ലോസ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്തായിരിക്കും? റിഡക്ഷൻ. ഒരു റിയാക്ഷനിൽ നടക്കുന്ന കാര്യമാണ്. ഇലക്ട്രോണിന്റെ വ്യൂവിൽ പറയും. അതാണ് രണ്ടാമത്തെ ടോപ്പിക്, സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ റിഡോക്സിനെ എന്തിന്റെ വ്യൂവിൽ പറയും? ഇലക്ട്രോണിന്റെ വ്യൂവിൽ പറയും കേട്ടോ. ഓക്കെ, ഇലക്ട്രോണിന്റെ വ്യൂവിൽ പറയും. ആദ്യം പറയുന്നത് എന്തിന്റെ വ്യൂലാ? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും വ്യൂവിൽ അല്ലെ? അഡീഷൻ ഓഫ് ഹൈഡ്രജനും അതുപോലെ അഡീഷൻ ഓഫ് ഓക്സിജനും ആ വ്യൂവിലാണ് ഫസ്റ്റ് ടോപ്പിക് പറയുന്നത്. സെക്കൻഡ് ടോപ്പിക്കില് ഇലക്ട്രോണിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയും. ഇത് രണ്ടും നമ്മൾക്കൊരു ഈ ചാപ്റ്ററെ കുറിച്ച് എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ
ഏത് ചാപ്റ്ററാണ് ഈ എസ്ട്രിഫിക്കേഷൻ പറയുന്നത്? 11th കാര്യമാണോ അവർക്ക്? 10th കാര്യം. അത് കാർബണിന്റെ ചാപ്റ്റർ ആണ് മോനെ. കാർബണിന്റെ ചാപ്റ്റർ. കാർബണിലാണ് എസ്ട്രിഫിക്കേഷൻ, സാപ്പോണിഫിക്കേഷൻ ഒക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അതിൽ വേറെ ഒന്നുമില്ല. അത് ആ എസ്ട്രിഫിക്കേഷൻ എന്തിലാ പറഞ്ഞത് മോന്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. ഞാൻ അത് പറഞ്ഞുതരാൻ വേണ്ടിട്ടാ. അതേതായിരുന്നു അത്? അല്ലെ, അത് ആ ചാപ്റ്റർ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി. അതെന്തായിരുന്നു അയാൾ ഉദ്ദേശിച്ചത്? അത് പറഞ്ഞതിൽ ശരിയുണ്ട്, റൈറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അതെന്താന്ന് ഓർമ്മയുണ്ടോ? ആ ചാപ്റ്റർ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്. ആ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ടിൽ ആദ്യത്തെ റിയാക്ഷൻ കമ്പഷൻ. എന്തായിരുന്നു? കമ്പഷൻ. സെക്കൻഡ് ഓക്സിഡേഷൻ. തേർഡ് ആണ് ഇയാൾ ഓർത്തു വെച്ചേക്കുന്നത്. തേർഡ് എന്താ? നേരത്തെ ഇയാൾ പറഞ്ഞൊരു വേർഡ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അഡിഷൻ ഓർ ഹൈഡ്രജനേഷൻ. അതെന്ത് തന്നെയാ? റിഡക്ഷൻ തന്നെയാണ്. അതെന്ത് തന്നെയാണ്? റിഡക്ഷൻ. ഹൈഡ്രജൻ ആഡ് ചെയ്ത് ഞാൻ എന്തായിരിക്കും? അതൊക്കെ റിഡക്ഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അത് കഴിഞ്ഞാലാണ് എന്താണ്? കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്. അതില് ഫസ്റ്റ് വരുന്നത് എത്തനോൾ കേട്ടോ. അത് കഴിഞ്ഞ എത്തനോയിക് ആസിഡ്. അവിടെയാണ് എസ്ട്രിഫിക്കേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, അത് 10th കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വരാം. ഇതില് ഈ ചാപ്റ്ററിന്റെ ഓർഡർ ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ. ഫസ്റ്റ് എന്തിന്റെ വ്യൂവിൽ പറയും? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സെക്കൻഡ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ലോസ് ആയി കഴിഞ്ഞാൽ, ലോസ് ഓഫ് ഇലക്ട്രോൺ, അവർ പറയും ഓക്സിഡേഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ. ഇങ്ങനെ പറയുന്ന ഒരു വ്യൂ. അത് കഴിഞ്ഞാലാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. മെത്തേഡാ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. എന്താണ്? ഈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചിട്ടാണ് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 11th പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അപ്പൊ അവിടെ നിന്ന് തൊട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്ന ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് ഈ ചാപ്റ്റർ വളരെ ക്ലിയർ ആയിട്ട് പോകും. പിന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക് ടഫാണ്, ബാലൻസിങ് റിഡോക്സ്. അതൊരു 5-6 സ്റ്റെപ്പിൽ ചെയ്യേണ്ടതാണ്. അത് പ്രാക്ടീസ് ചെയ്യണ മെത്തേഡാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ബാക്കിയൊക്കെ ഈസിയാണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ചാപ്റ്റർ തുടങ്ങാണ് കേട്ടോ. ഓക്കെ, ഹെഡിങ് എഴുതി നോക്കുക. റിഡോക്സ്. റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷൻ. എഴുതി വെക്കുക കേട്ടോ. റിഡോക്സിലെ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. നമ്മൾ റിഡോക്സിന്റെ ഡെഫിനിഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കേട്ടോ എഴുതി വെച്ചു. ഫസ്റ്റ് പോയിന്റ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ. ചാപ്റ്റർ ഹെഡിങ് എഴുതി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് പോയിന്റ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ take place simultaneously. Oxidation and reduction take place simultaneously in a particular reaction is known as redox reaction. Oxidation and reduction take place simultaneously in a particular reaction. In a particular reaction is known as redox reaction.
take place simultaneously in a particular reaction is known as redox reaction. Redox reaction. Then ആദ്യത്തെ ഇത് നമ്മൾ എഴുതാൻ പോകുന്നത് എവിടത്തെ കാര്യമാണ്, നമ്മൾ 10th പഠിച്ച അതേ ഹെഡിങ് തന്നെയാണ്. ഇവിടെ ഹെഡിങ് എഴുതി വെക്കുക, ക്ലാസിക്കൽ ഐഡിയ ഓഫ് റിഡോക്സ് റിയാക്ഷൻ. 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 ഇവിടെ നമ്മൾ കാണുന്നത് ഓക്സിഡേഷനും റിഡക്ഷനും എന്താണ് എന്ന് നമ്മൾ 10th പഠിച്ച് എഴുതാൻ പോവാണ് കേട്ടോ. ഇനി ഇതിന്റെ താഴെ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സബ് ഹെഡിങ് ആണ് കേട്ടോ. സബ് ഹെഡിങ് ഓക്സിഡേഷൻ. ക്ലാസിക്കൽ ഐഡിയ ഓഫ് റിഡോക്സ് റിയാക്ഷൻ എഴുതി, അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ഓക്സിഡേഷൻ അണ്ടർലൈൻ ചെയ്യാം. താഴെ എഴുതി നോക്കുക, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി അഡീഷൻ ഓഫ് ഓക്സിജൻ. It is defined as the addition of oxygen or electronegative element, or it is defined as the addition of oxygen, addition of oxygen or electronegative element to a substance. Electronegative element to a substance. ഓക്സിജൻ നിങ്ങൾക്ക് അറിയാം ഇലക്ട്രോനെഗറ്റീവ് ആണ് അല്ലെ. ഓക്സിജൻ അത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഇലക്ട്രോനെഗറ്റീവ്. ഫ്ലൂറിൻ അല്ലെ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോ അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓർ കണ്ടിന്യൂഷൻ ആണ്. ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, or removal of hydrogen, or electropositive element, or electropositive element from a substance, or electropositive element from a substance, or electropositive element from a substance. ക്ലിയർ അല്ലേ? അപ്പൊ ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ. അല്ലെങ്കിൽ ഓക്സിജൻ പോലെ ഫ്ലൂറിൻ, ക്ലോറിൻ അതിനെ ആഡ് ചെയ്താലും നമുക്ക് എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ. അതുപോലെ ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് വിളിക്കാം? ഓക്സിഡേഷൻ. ഉണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് റിഡക്ഷൻ. ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ് ഫ്രം എ സബ്സ്റ്റൻസ്. ഇലക്ട്രോപോസിറ്റീവ് എലമെന്റ് ഫ്രം എ സബ്സ്റ്റൻസ്. നെക്സ്റ്റ് സബ് ഹെഡിങ് എഴുതി വെക്കുക, റിഡക്ഷൻ. റിഡക്ഷൻ അണ്ടർലൈൻ ചെയ്യാം. റിമൂവൽ ഓഫ് ഓക്സിജൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ or electronegative element. Removal of oxygen or electronegative element from a substance. From a substance or addition of hydrogen, or addition of hydrogen, or electropositive element, or electropositive element to a substance. Electropositive element to a substance. Electropositive element to a substance. ക്ലിയർ ആണോ? റിഡോക്സ് ആണ്. ഒരു എക്സാമ്പിൾ എഴുതി നിങ്ങളോട് ചോദിക്കും കേട്ടോ. ഓക്കെ.
അങ്ങനെ ചോദിച്ചു പോകും. ഫസ്റ്റ് ഇരിക്കുന്ന 3 പേര് കേട്ടോ, ഈ 3 പേര്, അത് കഴിഞ്ഞ് ഈ നിങ്ങൾ 4 പേര് കേട്ടോ. അതാണ് ആൻസർ പറയേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ ആൻസർ പറയണ്ട, ഈ 3 പേരാണ് ആൻസർ പറയേണ്ടത് കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ ആണ് എഴുതുന്നത്. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം 8.1 എന്നാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് ചെയ്യുമ്പോൾ അല്ലെ, ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ മനസ്സിലായി എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം, അല്ലെങ്കിൽ കാര്യമില്ലല്ലോ അല്ലെ. H2S plus Cl2 gives കിട്ടുന്നത് 2HCl plus S ആണ്. 2HCl plus S. 2HCl plus S. നിങ്ങളാണ് പറയേണ്ടത് ഇതില് H2S എന്താണ് സംഭവിക്കുന്നത്? H2S അല്ലെ, H2Sലേക്ക് ക്ലോറിൻ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഇവിടെ നിന്നൊരു ക്ലോറിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് പറ്റും? ആദ്യത്തെ ടേം എന്താ ഡെഫിനിഷൻ ഒന്ന് വായിച്ചേ, നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. പിന്നെ എന്തായിരുന്നു ഒരു വേർഡ്? അഡീഷൻ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത് കണ്ടോ H2S, ഇതിലേക്ക് ആരാ ആഡ് ചെയ്തേ? ക്ലോറിൻ. ക്ലോറിൻ എന്താ? ഇലക്ട്രോ നെഗറ്റീവ്. ക്ലോറിൻ എന്താണ്? ഇലക്ട്രോ നെഗറ്റീവ്. അപ്പൊ സൾഫറിനെ മാറിയിട്ട് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ക്ലോറിൻ ഇതിലേക്ക് എന്ത് ചെയ്തു? ഉണ്ടോ ആഡ് ചെയ്തു വന്നു. അങ്ങനെ വന്നാൽ അപ്പൊ ക്ലോറിൻ ആഡ് ചെയ്താൽ അതെന്തായിരിക്കും? അത് ക്ലോറിൻ ആഡ് ചെയ്താൽ എന്തായിരിക്കും? ക്ലോറിൻ ആഡ് ചെയ്താൽ അതിനെന്തായിരിക്കും? ഓക്സിഡേഷൻ. ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഓക്സിഡേഷൻ. അപ്പൊ ഈ H2S ഓക്സിഡേഷൻ വരും. H2S ഓക്സിഡേഷൻ വരും. നെക്സ്റ്റ് Cl ആണോ? Cl2 എന്ന് പറയുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, ഓർത്തു വെക്കാം. ആ Cl2 ഈ Hന്റെ ഒപ്പം അല്ലെ ആഡ് ചെയ്തു, HCl ലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്ത് പറ്റും? അല്ലെ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഓരോന്നായിട്ട് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇത് ഒന്ന് എടുത്തെഴുതാ, എന്റെ താഴെ ആൻസർ എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, H2S is oxidized. H2S is oxidized. എന്റെ താഴെ എഴുതണം കേട്ടോ. H2S is oxidized. ആൻസർ ആണ്. ആൻസർ H2S is oxidized because അതിലേക്ക് ആരാ വന്നേ? Because a more electronegative element, chlorine is added. More electronegative element, chlorine is added to hydrogen. To hydrogen. More electronegative, chlorine is added to hydrogen. ഈ ക്ലോറിനിലേക്ക് ആരാ വന്നേ? ഹൈഡ്രജൻ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്താ പഠിപ്പിച്ചേ? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് താഴെ എഴുതി വെക്കുക. ക്ലോറിൻ ഈസ് റെഡ്യൂസ്ഡ്. ക്ലോറിൻ ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു എന്തായിരിക്കും? ക്ലോറിൻ ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു എഴുതി വെക്കുക. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. Addition of hydrogen to it. Addition of hydrogen to it. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ഇത്രയും ഈ പഠിപ്പിക്കുന്നത് അവര് ക്ലാസിക്കൽ ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾ 10th പഠിച്ചതാണ്, നിങ്ങൾ 11th വേണ്ടിയിട്ടാണ് അവര്. അപ്പൊ ആദ്യത്തെ ഒരു കണക്ഷൻ വേണ്ടി തരുന്നതാണ്. അടുത്തൊരു മെത്തേഡും കൂടി കഴിഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ എക്സസൈസ് ഒക്കെ തുടങ്ങുന്നതൊക്കെ അവിടെ നിന്നാണ്. അപ്പോ നമുക്ക് അടുത്ത ഹെഡിങ് എഴുതി വെക്കാം. റിഡോക്സ് റിയാക്ഷൻ in terms of electron transfer. Redox reaction in terms of electron transfer. Redox reaction in terms of electron transfer. In terms of electron transfer കേട്ടോ. ഹെഡിങ് ആണ്. അപ്പൊ എത്രാമത്തെ ഹെഡിങ് അത് ഈ ചാപ്റ്ററിലാണ്? പെട്ടെന്ന് ഓർമ്മ വേണം നമുക്ക്. സെക്കൻഡ് ഹെഡിങ് അല്ലെ. ഫസ്റ്റ് എന്തായിരുന്നു? ക്ലാസിക്കൽ ഐഡിയ. സെക്കൻഡ് എന്തായിരുന്നു? ഇത് അല്ലെ, സെക്കൻഡ് ഹെഡിങ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്ഫർ.
in terms of electron transfer. ഇനി ഇതിന്റെ താഴെ ഫസ്റ്റ് പോയിന്റ് ഓക്സിഡേഷൻ എന്താണെന്ന് എഴുതണേ. ഓക്സിഡേഷൻ ഹൈഫൺ ലോസ് ഓഫ് ഇലക്ട്രോൺ ബൈ എനി സ്പീഷ്യസ്. ലോസ് ഓഫ് ഓക്സിഡേഷൻ ഹൈഫൺ എഴുതണം കേട്ടോ. എന്നിട്ട് എഴുതി വെക്കാം ലോസ് ഓഫ് ഇലക്ട്രോൺ ബൈ എനി സ്പീഷ്യസ്. റിഡക്ഷൻ എന്തായിരിക്കും? റിഡക്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞേ. അത് തന്നെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ബൈ എനി സ്പീഷ്യസ്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ബൈ എനി സ്പീഷ്യസ്. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ബൈ എനി സ്പീഷ്യസ്. കേട്ടോ. ഇവിടെ തന്നെ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ പറയിപ്പിക്കില്ല കേട്ടോ. ഓക്കെ. കാരണം എന്താന്ന് പറഞ്ഞാല് അത് രണ്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഓർത്തു വെക്കുക. ഇവര് എക്സാമ്പിൾ ഇതാണ്. Na plus Cl2 gives NaCl. അത് ബാലൻസ് ചെയ്ത് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ 2 NaCl. ഇതാണ് ഇക്വേഷൻ കേട്ടോ. ഓക്കെ. നിങ്ങൾ 4 പേരാണ് ആലോചിച്ച് പറയേണ്ടത്. ഈ Na നമുക്ക് അറിയാം. NaCl എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചേക്കുന്ന 10th മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അയണിക് ബോണ്ട് അവിടെ ഇങ്ങനെ കാണിക്കും. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഇങ്ങനെ ഇലക്ട്രോൺ അല്ലെ. അപ്പൊ ഈ NaCl Na നിൽക്കുന്നത് എങ്ങനെയായിട്ടായിരിക്കും? Na പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്ലസ് ആയത്? ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലെ. Cl എന്തായിരിക്കും? മൈനസ്. ഇനി നിങ്ങളാണ് പറയേണ്ടത് ഈ Na-ക്ക് എന്തായിരിക്കും, Cl-ന് എന്തായിരിക്കും കേട്ടോ. ഓക്കെ. പറഞ്ഞോ. Na-ക്ക് എന്തായിരിക്കും? ഓക്സിഡേഷൻ. കാരണം എന്താ? Na അല്ലെ അതിന്റെ ഇലക്ട്രോൺ എന്തായി? ലോസ് ആയി. അപ്പൊ എന്ത് എഴുതണം ഇവിടെ? ഇതിന്റെ മുകളില് ഓക്സിഡേഷൻ. ഫുൾ ആയിട്ട് എഴുതുമ്പോ എങ്ങനെ എഴുതണം? ഓക്സിഡേഷൻ. എന്തുകൊണ്ടാ? റാഗില് പറ. ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലെ. അപ്പൊ അത് ക്ലിയർ ആയിട്ട് എഴുതാം കേട്ടോ. ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇനി ഇവിടെ എന്തായിരിക്കും? Cl അല്ലെ. Cl മൈനസ്. മൈനസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്താണ്? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണ്? റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ പറയരുത് ആരും. അതിന് ലൂപ്പ് എന്ന് പറയണേ. എന്തായിരിക്കും? ഒരു കൺഫ്യൂഷൻ തോന്നിയില്ലേ? അത് മാറ്റണം. എന്തായിരിക്കും? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്താണ്? റിഡക്ഷൻ കേട്ടോ. ഓക്കെ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ എന്താ? റിഡക്ഷൻ കേട്ടോ. ഓക്കെ അല്ലേ? പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്നില്ലേ? അങ്ങനെ വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ അടുത്ത റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്തായിരുന്നു? അല്ല, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ കണ്ടോ. ഓക്കെ. ഓക്കെ. ഒന്ന് ഷാറായിട്ടോ. അപ്പൊ എന്തായിരുന്നു? ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞേ. ലോസ് ഓഫ് ഇലക്ട്രോൺ ഇവിടെ തന്നെ ഉണ്ടോ? ഓക്കെ. കേട്ടോ എഴുതാനുണ്ടായിരുന്നു കണ്ടോ ചോദിച്ചത് കേട്ടോ. അപ്പൊ ഇവിടെ എഴുതി വെക്ക് കേട്ടോ. വേഗം എഴുതി വെക്ക്. എക്സാമ്പിളോ? റിഡക്ഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുക കേട്ടോ. പെട്ടെന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ. ഇപ്പൊ 2 ടോപ്പിക് കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു 2 ടോപ്പിക്? ഹെഡിങ് പറ. ഇവിടെ വേണം. ഇനി എന്ത് മെത്തേഡ് ആയിരുന്നു അത്? ക്ലാസിക്കൽ മെത്തേഡ്. സെക്കൻഡ് എന്തായിരുന്നു? ഇലക്ട്രോൺ അല്ലെ. അതിലാണ് ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത്. ലോസ് ഓഫ് ഇലക്ട്രോണും അതുപോലെ തന്നെ റിഡക്ഷൻ കേട്ടോ. ഓക്കെ. നല്ല അറ്റൻറ്റീവ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. ആക്റ്റീവ് പറഞ്ഞപ്പോഴാണ് ഇന്ന് എൻ്റെ മോൻ്റെ ഓപ്പൺ ഹൗസ് ആയിട്ട് ടോക്കസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കളി നടക്കുന്നുണ്ടായിരുന്നു. ബാസ്കറ്റ് ബോള് ബോയ്സിന്റെ ആയിരുന്നു. അപ്പൊ ഞാൻ ആദ്യം നോക്കിയ സമയത്ത് NCS എന്ന് പറഞ്ഞിട്ട് ടീം കണ്ടിരുന്നോ? അവര് ഭയങ്കര ഹൈറ്റ് ആയിട്ടൊക്കെ ഉള്ളത്. തുടക്കം മുതൽ ഞാൻ ഉണ്ട് അതിന്റെ അപ്പുറത്ത്. ഭയങ്കര ഹൈറ്റ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളി പിള്ളേര്, ഭയങ്കര ഇതൊക്കെ ആയിട്ടാവും. ഞാൻ വിചാരിച്ചു ദൈവമേ. അതിന്റെ ഓപ്പോസിറ്റ് ഏത് ടീമായിരുന്നു? ആണോ?
ജയിച്ച മറ്റവരല്ലേ ഗിരിനഗറല്ലേ? ആ, ഇത് കാണണം ശരിക്കും. ആ പിള്ളേരുണ്ടല്ലോ, ചെറിയ പിള്ളേരാ. ഞാൻ ഫസ്റ്റ് കാണുന്ന സമയത്ത് അവരായിട്ടാണോ ടോക്കറ്റ്സ് ഫെയിൽ ആയത്? ആ ഓക്കെ. അപ്പൊ എനിവേ ഈ കളി കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ ചെറിയ പിള്ളേര് ഭയങ്കര ഹൈറ്റാണ് ഈ NCSലെ പിള്ളേര് വന്നേക്കുന്നത്. ഒരു എന്ത് NCS അതായിരിക്കണം. ആ, അവര് നല്ല ഹൈറ്റ് ആയിട്ട് ഭയങ്കര. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെ ഭയങ്കരമായിട്ട് തോൽപ്പിച്ച് കളയും, കഷ്ടം ഇവരായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. കളി തുടങ്ങിയണ്ടല്ലോ എന്റെ ദൈവമേ, അവരുണ്ടല്ലോ അപ്പൊ ഞാൻ ഈ ബാസ്കറ്റ് ബോള് എന്റെ ഒക്കെ ടൈമുകളിൽ ഹൈറ്റ് ഉള്ളവര് ആ പ്ലേയറുള്ളതാണ്. ഹൈറ്റ് ഉള്ളവർക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് അറിയോ? അവർ ആ റൂട്ടിൽ പെട്ടെന്ന് മൂവ് ചെയ്ത് പോകും, ഭയങ്കരമായിട്ട് ജയിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് ഒന്നുമില്ലാതായിരുന്നു. പക്ഷെ ആ പിള്ളേർ ടപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഞാൻ നിൽക്കുന്ന സമയത്ത്, ആ ലാസ്റ്റ് നിൽക്കുന്ന സമയത്ത് ഒരു 10-15 പോയിന്റിന്റെ കണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അവര്. ആ 26 സെക്കൻഡ് ഹാഫിൽ എന്തായിരുന്നു 26 അത്രയും കണ്ടുവരുന്നു. അത്രയും വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഭയങ്കര അതെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിരുന്നു ഈ പിള്ളേർ കളിച്ചത്, ഭയങ്കര സ്പീഡിൽ അല്ലേ. അതിന്റെ ഉള്ളിൽ കൂടി വന്നിട്ട് ഈ ഇത്രയും ഹൈറ്റ് കുറഞ്ഞ കുട്ടികളാണെങ്കിലും ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര സ്കോറിംഗ് ആ. ദൂരെ നിന്നൊക്കെ അവൻ ഇത് കണ്ടിട്ട് ഭയങ്കര ഇതായി. കുറെ നാളിന് ശേഷമാണ് അത് എന്താ പറയാ, അത്രയും ഡിഫറൻസ് ആണ്. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ആ കളിനെ ആ പ്ലേ ചെയ്തേക്കുന്നത് അവരുടെ ആ ഹൈറ്റും എല്ലാം, ആ ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ലിമിറ്റേഷൻ എല്ലാം ഓവർകം ചെയ്തു. ഞാൻ ആദ്യം തുടക്ക സമയത്ത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു പയ്യനൊക്കെ ഉണ്ടായിരുന്നു, അവനൊക്കെ സ്കോർ ചെയ്തേക്കണ കാണണം വരുന്നത്. അപ്പോഴാണ് നമ്മളൊക്കെ വന്ന സമയത്ത്, എന്റെയൊക്കെ സ്കൂൾ സെലക്ഷനൊക്കെ വന്ന സമയത്ത് ഈ ബാസ്കറ്റ് ബോളിനൊക്കെ എന്റെ ടൈമിൽ ഒരു ഹൈറ്റുള്ള കുട്ടികളെ മാത്രം എടുക്കുള്ളൂ. അപ്പൊ നമ്മളൊക്കെ ദൈവമേ പറ്റൂല, ഭയങ്കര ഹൈറ്റുള്ള ടീംസ് ഒക്കെ വന്ന് ഇത് ചെയ്യും. പക്ഷെ ആ പിള്ളേരൊക്കെ കളിക്കുന്ന സമയത്ത് ബാസ്കറ്റ് ബോൾ ഇങ്ങനെയും കളിക്കാറോ എന്നുള്ളത്. സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഇവിടുന്ന് ദൂരെ നിന്നൊക്കെയാണ് അവര് ഇത് ചെയ്തേക്കുന്നത്. അത്രയ്ക്ക് സ്കോറിങ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കണ്ടു പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ, നമ്മൾ ആക്റ്റീവായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം. തീർക്കണത് അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ, ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഈ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായല്ലോ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വെറുതെ സിമ്പിൾ ആയിട്ടുള്ള പഠിക്കാം. ഇനി ഇവിടെ ഒരു ടേം പറയുന്നുണ്ട്, റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് ഓക്സിഡൈസിങ് ഏജന്റ്. അതിപ്പോ പഠിക്കേണ്ട, ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, സ്കൂളിലായാലും എടുക്കുമ്പോൾ ഇപ്പൊ പഠിക്കരുത്. ഇത് മുഴുവനും ലോസ് ഓഫ് ഇലക്ട്രോൺ എന്തായിരുന്നു? ഒറ്റ വേർഡ് പഠിക്കും, ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ കേട്ടോ. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ അല്ലെ, പുറത്ത് നോക്കാം. ലോസിൽ LO ഉണ്ട് ഉണ്ടോ, O ഫോർ ഓക്സിഡേഷൻ. ലോസിൽ LO ഇല്ലേ, അപ്പൊ ഓക്സിഡേഷൻ, അങ്ങനെ ഓർത്ത് വെക്കാം. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും ഏത് കോമ്പൗണ്ടിന് ഓക്സിഡേഷൻ നടന്നു, ഇറ്റ് ആക്ട് ആസ് ആൻ എ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോ ഈ ഓക്സിഡേഷൻ നടന്ന് ഇയാളെ വിളിക്കുന്ന പേരെന്തായിരിക്കും? റെഡ്യൂസിങ് ഏജന്റ്. ഇനി ഇവിടെ റിഡക്ഷൻ നടന്നില്ലേ, റിഡക്ഷൻ നടന്നാൽ അവരെ വിളിക്കുന്ന പേരാണ് എന്താ? ഓക്സിഡൈസിങ് ഏജന്റ്. ഉൾട്ടായിട്ട് പറയും. ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഇതൊക്കെ അങ്ങോട്ട് തിരിയും, മനസ്സിലായി? അതുകൊണ്ട് ഇപ്പൊ പഠിക്കേണ്ടത് ഒരു വേർഡ് മാത്രം, ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ. മറ്റേത് നിങ്ങളുടെ ബ്രെയിൻ ആലോചിച്ചോളൂ കേട്ടോ. ഒരു കാര്യം മാത്രം നല്ല ക്ലാരിറ്റിയിൽ പഠിക്കുക, ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെഡിങ് മുതലാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. അടുത്ത ഹെഡിങ് എഴുതും കേട്ടോ. നെക്സ്റ്റ് ഹെഡിങ് ഓക്സിഡേഷൻ നമ്പർ. നെക്സ്റ്റ് ഹെഡിങ് ഓക്സിഡേഷൻ നമ്പർ. ഇതിന്റെ കുറെ എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, പക്ഷെ അത് ആവശ്യമില്ല നമുക്കധികം കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യും. അടുത്ത ഹെഡിങ് ആണ് ഓക്സിഡേഷൻ നമ്പർ. അണ്ടർലൈൻ ചെയ്യുക, തേർഡ് ഹെഡിങ് കേട്ടോ, ഓക്സിഡേഷൻ നമ്പർ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഓക്സിഡേഷൻ നമ്പർ ഡിനോട്ട്, ഓക്സിഡേഷൻ നമ്പർ ഡിനോട്ട്, ഓക്സിഡേഷൻ നമ്പർ ഡിനോട്ട്, oxidation number denote the oxidation state of an element. Oxidation number denotes the oxidation state of an element. Oxidation number denotes the oxidation state of an element. Oxidation number denotes the oxidation state of an element in a compound, in a compound according to a set of rules, according to a set of rule, according to a set of rule. Okay, അപ്പോൾ ആ റൂളുകളാണ് ഇനി എഴുതാൻ പോകുന്നത്. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഡിനോട്ട് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് വെച്ചിട്ടാണ്. ആ റൂൾസ് ഇപ്പൊ പഠിച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് ആ പോയിന്റ് ഒക്കെ ഒന്ന്
പാരിറ്റിയിലേക്ക് വരണം കേട്ടോ. ഓക്കെ, അതിന്റെ താഴെ എഴുതി വെക്കാം റൂൾ കേട്ടോ. ഓക്കെ, റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് റൂൾ, ആദ്യത്തെ റൂളാണ് കേട്ടോ. ഫസ്റ്റ് റൂൾ, റൂൾസ് എന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് റൂൾ നമുക്ക് മെയിൻ ആയിട്ടൊരു 4-5 ശരിക്കും ടെക്സ്റ്റുകൾ 6 റൂൾ ഉണ്ട്. നമുക്കൊരു 4 റൂൾസ് വന്നാൽ മതി, ഇത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് റൂൾ എഴുതി വെക്കാം. ഇൻ എലമെന്റ് in the free or in element in the free or the in element comma in the free or free free in the element in the free or the uncombined state comma each atom oxidation number of 0. 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 ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഇത് ഇവിടെ നോക്കിയേ, എക്സാമ്പിൾ എഴുതുമ്പോ ഇത് കണ്ടോ, എന്നെ എഴുതി, എന്നെ ഫ്രീ സ്റ്റേറ്റ് ആരുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒറ്റയ്ക്ക് നിന്നാൽ കെ Cl2 കണ്ടോ, ഒരേ എലമെന്റ് ആണ്, രണ്ടെണ്ണം ഇങ്ങനെ ജോയിൻ ചെയ്ത് നിൽക്കുന്നു, ഒരേ എലമെന്റ്. അങ്ങനെ ഒറ്റയ്ക്ക് നിന്നാൽ അതിന് എന്തായിരിക്കും ഓക്സിഡേഷൻ നമ്പർ? 0 ആയിരിക്കും. ആരായിക്കോട്ടെ, അത് 0 ആയിരിക്കും. ഇപ്പൊ O2 ഓക്കെ, ദെൻ Fe ഉണ്ടോ, Fe ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 കേട്ടോ. ഓക്കെ, അതാണ് വന്നേക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് എഴുത്, NaKCl2 O2 F2 കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒറ്റയ്ക്ക് കമ്പൈൻ ചെയ്യാൻ പാടില്ല, വേറെ എലമെന്റ് ആയിട്ടേ കമ്പൈൻ ചെയ്യാൻ പാടില്ല. അതാണ് എന്താണ് അൺകമ്പൈൻഡ് കേട്ടോ. ഒന്ന് മെൻഷൻ ചെയ്തേ അൺകമ്പൈൻഡ് ഒക്കെ കേട്ടോ. അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആണെങ്കിൽ എത്രയായിരിക്കും? അത് 0 ആയിരിക്കും. അതാണ് ആദ്യത്തെ റൂള്, ഫസ്റ്റ് റൂൾ. സെക്കൻഡ് എഴുതി വെക്കുക. സെക്കൻഡ് എഴുതി വെക്കുക. The oxidation number is equal to the charge on the ion. The oxidation number is equal to the charge on the ion. The oxidation number is equal to the charge on the ion. Charge on the ion, ION. Charge on the ion. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനിപ്പോ എഴുതാണ്, ഇതില് Mg2+, ഇത് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ 2 ആയിരിക്കും. Cl മൈനസ് ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? അപ്പോ -1 കേട്ടോ. Al3+, എത്രയായിരിക്കും എന്റെ ഓക്സിഡേഷൻ നമ്പർ? പറഞ്ഞു 3. അത്രയുള്ള പരിപാടി കേട്ടോ. ഓക്കെ, then O2 മൈനസ് എത്രയായിരിക്കും? -2 ഉണ്ടോ. ഓക്കെ, ഇങ്ങനെ തന്നാൽ ഇവർ ചിലപ്പോൾ ചാർജ് തന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റിനകത്തായിരിക്കും തരുന്നത് ഇതൊക്കെ. അപ്പൊ ആ ചാർജ് തന്നാൽ അത് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കേട്ടോ. ആ തന്നിട്ടില്ലെങ്കിൽ ഇത് എത്രയായിരിക്കും? 0 ഉണ്ടോ. തന്നാൽ ആ ചാർജ് ആയിരിക്കും ഉണ്ടോ. ഓക്കെ, കഴിഞ്ഞു. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം എഴുതണം കേട്ടോ. എല്ലാ എക്സാമ്പിളും എഴുതണം. ഒരു എലമെന്റിന്റെ ചാർജ് അതിന്റെ മുകളിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഓക്സിജൻ അത് -2 ആണ്, അങ്ങനെ അസൈൻ ചെയ്യാൻ പാടില്ല. ഇത് ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എടുത്ത് എഴുതാം. അത്രേ ഉള്ളൂ പറയുന്നത്. ഈ എഴുതിയേക്കുന്ന ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓക്കെ, ഇതെല്ലാം അതിന്റെ ചാർജ്. അപ്പൊ ചാർജ് ഈക്വൽ ടു ഓക്സിഡേഷൻ നമ്പർ. അതാണ് സെറ്റ് റൂളില് സെക്കൻഡ് റൂൾ. അടുത്തത് എഴുതി വെക്കുക. തേർഡ് റൂൾ കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ generally -2. Oxidation number of oxygen generally -2. Generally -2. Oxidation number of oxygen generally -2. അപ്പൊ നമുക്കറിയാം MgO
എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് -2 ആയിരിക്കും എടുക്കുന്നത്. ഓൾമോസ്റ്റ് മിക്ക കേസുകളിലും ഓക്സിജൻ എത്ര എടുക്കണം? -2. പക്ഷേ ചില എക്സെപ്ഷൻ ഉണ്ട്, അതാണ് നമ്മൾ എഴുതാവുന്നേ. താഴെ എഴുതി വെക്കുക, അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ഇൻ കേസ് ഓഫ് പെറോക്സൈഡ്, ഇൻ കേസ് ഓഫ് പെറോക്സൈഡ്, ഇൻ കേസ് ഓഫ് പെറോക്സൈഡ്, പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു, Na2O2 ഇതൊരു പെറോക്സൈഡ് ആണ്. H2O2 ഉണ്ടോ? ഓക്കെ. ഇങ്ങനെ വന്നാൽ പെറോക്സൈഡ് കണ്ടാൽ ഈ രണ്ടെണ്ണം ഓർത്ത് വെച്ചാൽ മതി. ഈ പെറോക്സൈഡിൽ ഈ ഓക്സിജന്റെ ചാർജ് -1 ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇൻ കേസ് ഓഫ് പെറോക്സൈഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എഴുതി വെച്ചോ. ഇൻ കേസ് ഓഫ് പെറോക്സൈഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -1. അപ്പൊ എക്സാമ്പിൾ ഇത് കാണാതെ പഠിക്കണം. ഏതൊക്കെയായിരുന്നു? Na2O2 ഓർ എന്തായിരിക്കും? H2O2. Na2O2 ഓർ H2O2. ഇതിന്റെ പേരെന്താ? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടല്ലേ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഓക്കെ. ഹൈഡ്രജൻ പെറോക്സൈഡ് കണ്ടല്ലേ? ഇങ്ങനെ ഇതായിട്ടൊക്കെ വരും ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പൊ അവിടെ ഇരിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇതിന്റെ യൂസസ് ഇല്ല. ഹൈഡ്രജൻ പെറോക്സൈഡ് കേട്ടിട്ടുണ്ടോ? ഹൈഡ്രജൻ പെറോക്സൈഡ് മെയിൻ ആയിട്ട് പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ ആയിട്ട് ആക്സിഡന്റ് ഒക്കെ വരുമ്പോ അല്ലെ? ഓക്കെ. ആക്സിഡന്റ് ഒക്കെ വരുന്ന സമയത്ത് എന്തോ ഡസ്റ്റ് പാർട്ടികളൊക്കെ എന്ത് ചെയ്യും? അതിങ്ങനെ ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് മെയിൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചില്ലൊക്കെ ഇല്ലേ കയ്യിലൊക്കെ ഇങ്ങനെ കുത്തി തറച്ച് നിൽക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വന്നു കഴിഞ്ഞാൽ ഈ ചില്ല് അല്ലെങ്കിൽ പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? പെട്ടെന്ന് ഹൈഡ്രജൻ ഇന്നും ഓക്സിജനായിട്ട് അത് സ്പ്ലിറ്റ് ആകും. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ അത് പൊന്തി പുറത്തേക്ക് വരും. ബാക്കി എടുത്ത് ക്വാർട്ടർ എടുത്ത് തുടച്ചാൽ എന്ത് പറ്റും? ഉള്ളിലേക്ക് കയറി പോകും, ഈ സ്കിന്നിന്റെ ഉള്ളിലേക്ക്. നിങ്ങൾക്കറിയാലോ ഭയങ്കര പൗഡർ ആയിട്ടുള്ള മണ്ണും തരിയൊക്കെ വരും. അത് തന്നെ കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെയാണ് അതിൽ ഇപ്പൊ അത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിലൊക്കെ കിട്ടും. നമ്മൾ എന്താണ് ഫേസ് വാഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫേസ് വാഷ് എല്ലാവരും പറയൂലേ, അതിന്റെ ഒരു ഇതിൽ കൊണ്ടുവരും. അപ്പൊ അതിലൊക്കെ പൗഡർ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ പൗഡർ ആയിട്ടുള്ള ഒന്നും വരാൻ പാടില്ല കേട്ടോ. ഓക്കെ. ഓർത്തു വെക്കാം. Na2O2 ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. -1. ഇനി താഴെ എഴുതി വെക്കുക. ഇൻ കേസ് ഓഫ് സൂപ്പർ ഓക്സൈഡ്, പെറോക്സൈഡ് കഴിഞ്ഞു, അതുപോലെ തന്നെ ആര് വരും? സൂപ്പർ ഓക്സൈഡ് കേട്ടോ. ഇൻ കേസ് ഓഫ് സൂപ്പർ ഓക്സൈഡ്, ഇൻ കേസ് ഓഫ് സൂപ്പർ ഓക്സൈഡ് ഓക്സിഡേഷൻ നമ്പർ -1/2. എക്സാമ്പിൾ K2O ഉണ്ടോ? പൊട്ടാസ്യത്തിന് ഇവിടെ +1 ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ ഇത് എത്തുമ്പോൾ -1/2 ആയിട്ട് വരും. KO2 കേട്ടോ. KO2 ആണ് കേട്ടോ. എക്സാമ്പിൾ KO2 സൂപ്പർ ഓക്സൈഡ് KO2. ഈ ഒരു എക്സാമ്പിൾ പഠിച്ചാൽ മതി. KO2. അപ്പൊ അവർ ചോദിക്കും KO2 ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ 1 വേർഡ് ആയിട്ട് വരും. എന്തായിരിക്കും ആൻസർ? -1/2. O2നപ്പൊ എത്രയായിരിക്കും? ഇതില് 1 വേർഡ് വരും. O2 ആണെങ്കിൽ -1 അല്ലേ? ഒരു ഓക്സിജൻ ആണ് -1/2. 2 ഓക്സിജൻ ആവുമ്പോൾ എന്താവും? -1 ആവും. ഐഡിയ മനസ്സിലാവും? ഓക്കെ. അപ്പോ ഇൻ കേസ് ഓഫ് സൂപ്പർ ഓക്സൈഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -1/2. എക്സാമ്പിൾ KO2 എഴുതിയോ? ഓക്കെ. ഇത്രയാണ് സെറ്റ് റൂൾ 3. റൂൾ 3 കഴിഞ്ഞു. 4th റൂളിലേക്ക് വരാം കേട്ടോ. ഓക്കെ. റൂൾ 4 എഴുതാം കേട്ടോ. ഓക്കെ. 5 അല്ല 4. ആ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എല്ലാനും ഒരേ പോയിന്റ് കേട്ടോ. എല്ലാം ഒരേ പോയിന്റ്. അത് തന്നെ. ഓക്സിജൻ വരുന്നത് -2, അതുപോലെ -1, -1/2. ഇതെല്ലാം ഒറ്റ റൂളിലാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് 4th റൂൾ. The oxidation number of hydrogen is +1. The oxidation number of hydrogen is +1. The oxidation number of hydrogen is +1, comma, except when it is bonded to metal. When it is bonded to metal, the oxidation number of hydrogen is +1, comma, except when it is bonded to metal. Except when it is bonded to metal. Metal ആയിട്ട് വരുമ്പോൾ നമ്മൾ വ്യത്യാസം വരും. ബാക്കിയുള്ള എല്ലാത്തിലും എന്തായിരിക്കും?
+1 ആയിരിക്കും. ചോദിച്ചു. NO2 അത് സൂപ്പർ ഓക്സൈഡാ കേട്ടോ. KO2 സൂപ്പർ ഓക്സൈഡാ കേട്ടോ. ഓക്കെ, അത് രണ്ടെണ്ണം വേണമെങ്കിൽ വരുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് നോക്കാം. H2O ഉണ്ടോ, ഇതുപോലെ കണ്ടമാനം കോമ്പൗണ്ടുകൾ ഉണ്ട് അല്ലെ. CH4 അങ്ങനെയുള്ള എല്ലാ കോമ്പൗണ്ടുകളിലും എത്രയായിരിക്കും വരുന്നത്? എക്സാമ്പിളിലാ H2O, H2S, HCl ഇതിലെല്ലാത്തിലും എത്രയായിരിക്കും? +1 ആണ്. ഇനി ശ്രദ്ധിക്കുക, എക്സാമ്പിൾ 2 എന്തായിരുന്നു? ഹൈഡ്രജൻ റിയാക്ട് വിത്ത് മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും? NH. അതുപോലെ എന്താ പറയുക? CaH2 ഇതിലെല്ലാം വരുന്നത് -1 ആയിരിക്കും. ഉണ്ടോ? ഓക്കെ, -1. അപ്പൊ ഹൈഡ്രജൻ മെറ്റൽ ഏതൊക്കെ മെറ്റൽ ഉണ്ട് ലോകത്തില് അല്ലെ? സോഡിയം, പൊട്ടാസ്യം അതുപോലെയുള്ള ഹൈ റിയാക്റ്റീവ് മെറ്റൽ അവരായിട്ട് ആയിരിക്കും കൂടുതൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഒക്കെ -1 വരും. എക്സാമ്പിൾ എഴുതുക കേട്ടോ. ഹൈഡ്രജന് ജനറലി +1 ആണ്. മെറ്റൽ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഹൈഡ്രേറ്റ് എന്നാണ് ഇതിനെ വിളിക്കുക കേട്ടോ. മെറ്റൽ ഹൈഡ്രേറ്റ് -1 വരും. എക്സാമ്പിൾ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് നോക്കണം. +1 -1 +1 -1 +1 -1. അഞ്ചാമത്തെ പോയിന്റ് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് എഴുതി വെക്കാം. ഇൻ all its compound fluorine has an oxidation number of -1. In all its compound fluorine has an oxidation number of -1. അപ്പോൾ ഫ്ലൂറിന് ഫിക്സ്ഡ് ആണ്. ഫ്ലൂറിൻ -1 ഒരിക്കലും വേരി ചെയ്യില്ല കേട്ടോ. ഓക്കെ, ഇൻ ഓൾ ഇറ്റ്സ് കോമ്പൗണ്ട് ഫ്ലൂറിൻ ഹാസ് ആൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് -1. ഇത് എഴുതുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യുമ്പോൾ അത് റൂളായിട്ട് അവർ വന്നില്ല, പക്ഷെ ഇതും കൂടി അറിഞ്ഞു വെച്ചാലാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ റൂളിന്റെ അണ്ടറിൽ തന്നെ ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു ചെറിയൊരു മിനിയേച്ചർ വരച്ചു നോക്കണം. എന്നിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങള് ഓർത്ത് നോക്കുക. പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ഗ്രൂപ്പ് ചെറുതായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് ഗ്രൂപ്പ് ഏതായിരുന്നു? ഫസ്റ്റ് ഗ്രൂപ്പിൽ ആദ്യം വരുന്ന ആരാ? ഹൈഡ്രജൻ, ഹീലിയം, അത് കഴിഞ്ഞിട്ട് ലിഥിയം, പിന്നെന്തായിരുന്നു? ബെർലിയം. ലിഥിയം, ബെർലിയം അല്ലെ? ഓർത്ത് നോക്കാം. അപ്പുറത്ത് ബോറോണൊക്കെ പോവും. ഇവിടെ നിൽക്കട്ടെ. ഇത് ഫസ്റ്റ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ്. ലിഥിയത്തിന്റെ തൊട്ട് താഴെ വരുന്നതാണ് ആരായിരുന്നു? സോഡിയം. ഇതിന്റെ തൊട്ട് താഴെ പൊട്ടാസ്യം കേട്ടോ. ഓക്കെ, ഇത്രയും പേരെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. ഇനി ബെർലിയം, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സോഡിയം കഴിഞ്ഞു കഴിഞ്ഞാല് മെഗ്നീഷ്യം. ഇവിടെ എന്തായിരുന്നു? കാൽസ്യം. നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഓർത്ത് വെക്കണം. സ്ട്രോൺഷ്യം, ബേരിയം കൂടി ഉണ്ട് താഴെ. അപ്പോ ഇവർക്കെല്ലാം എന്തായിരിക്കും ഓക്സിഡേഷൻ നമ്പർ? +1. ഇത് എത്രയായിരിക്കും? +2. ഇനി 13th ഗ്രൂപ്പ് പറഞ്ഞു നോക്കണം. 13th ഗ്രൂപ്പ് ഏതായിരുന്നു? ഇത് കഴിഞ്ഞ് ഡി ബ്ലോക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് 13th ഗ്രൂപ്പ് വരുന്നത്. 13th ഗ്രൂപ്പ് എത്രയായിരുന്നു? ബോറോൺ. ഇവിടെ എന്തായിരുന്നു? അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താരിയം. അത് വേണ്ട. 13th ഗ്രൂപ്പിന് +3 കേട്ടോ. ഓക്കെ, 13th ഗ്രൂപ്പിന് എന്തായിരുന്നു? +3. ഇതുപോലെ ഹാലജൻ ഗ്രൂപ്പ് അറിഞ്ഞു നോക്കണം. ഹാലജൻ ഏതായിരുന്നു? 17th ഗ്രൂപ്പ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ അല്ലെ? ഇവർക്ക് ജനറലി എത്രയായിരിക്കും? -1. ഈ ക്ലോറിനും ബ്രോമിനും ഒക്കെ മാറുന്നുണ്ട് പിന്നീട്. അത് അതിനേക്കാളും മോർ ഇലക്ട്രോ പോസിറ്റീവ് വരുമ്പോഴാണ് മാറുന്നത്. പക്ഷെ ജനറലി എന്തായിരിക്കും? -1 ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇത്രയും ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, വേഗം ഒന്ന് എഴുതി വെക്കാം. നമുക്ക് ആവശ്യമുള്ള മാത്രമേ എഴുതുന്നുള്ളൂ. ഇതിന് മുകളിലുള്ള ഈ കാര്യമാണ് കേട്ടോ. ഈ റൗണ്ട് ഇട്ടേക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓക്കെ, ഇതാണ് ഓക്സിഡേഷൻ നമ്പർ. ഈ ഗ്രൂപ്പ് ഒന്നും കാണാൻ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ. ഗ്രൂപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്.
ഇതാണ് ഓക്സിഡേഷൻ നമ്പർ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. +1 +2 +3 -1. +1 +2 +3 -1. എഴുതി വെച്ചോ. ഇനി ഇതിന് താഴെ ലാസ്റ്റ് റൂൾ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് റൂൾ വരുന്നത്. 6th റൂൾ. എല്ലാ റൂളും എഴുതിയിട്ടുണ്ട് നമ്മളിപ്പോ. 6th റൂൾ. The algebraic sum of the oxidation number. The algebraic sum of the oxidation number. The algebraic sum of the oxidation number. The algebraic sum of the oxidation number the algebraic sum of the oxidation number of all the atom in a compound of the all the atoms in a compound must be 0. The algebraic sum of the oxidation number of all the atoms in a compound, all the atoms in a compound must be 0. Must be 0. കേട്ടോ, 0 ആയിട്ട് മാറും ഓൾജിബ്രിക് സം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം അല്ലെ. ഈ റൂളൊക്കെ പഠിപ്പിച്ചു. ടെക്സ്റ്റ് ബുക്കില എക്സസൈസിലെ 8.1 ഒന്ന് നോട്ട് ചെയ്തു വെക്കുക കേട്ടോ. എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഏത് ചാപ്റ്റർ ആയിട്ട് വരുന്നത്? പഴയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ എത്ര ചാപ്റ്റർ കഴിഞ്ഞു? 6 അല്ലേ? അപ്പൊ 7.1 കേട്ടോ. 7.1 ഹോംവർക്ക് അല്ല ചെയ്യാൻ പോവാണ് കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. അസൈൻ ദ ഓക്സിഡേഷൻ നമ്പർ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യും, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തിട്ട് തന്നെ ആൻസർ പറയേണ്ടി വരും. Assign oxidation number to the underlying element. Assign oxidation number to the underlying element in each of the following species. In each of the following species. Assign oxidation number to the underlying element in each of the following species. In each of the following species. In each of the following species. Question എഴുതി പോവാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആൻസർ ചെയ്ത് പോവാം. ഒന്ന് പറഞ്ഞേ, എത്ര മെത്തേഡാ ഇപ്പോ? ഫസ്റ്റ് മെത്തേഡ് ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് റിഡക്ഷൻ അല്ലെ. സെക്കൻഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫോർ മെത്തേഡ് അല്ലെ. തേർഡ് ഇപ്പൊ എടുത്തത് എന്തായിരുന്നു? ഓക്സിഡേഷൻ നമ്പർ. എന്തായിരുന്നു? ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓക്കെ, ബി ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിലേക്ക് വരികയാണ്. അപ്പോ അതില് നമ്മൾ ആദ്യത്തെ ഇത് എങ്ങനെയാണ് ചെയ്യണേന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസുകളൊക്കെ എഴുതാൻ പോവാണ്. ആദ്യം ക്വസ്റ്റ്യൻ ഒരു 4 ക്വസ്റ്റ്യൻ എഴുതി വെക്കാം, എന്നിട്ട് ഓരോന്നായിട്ട് ചെയ്യാം. NaH2PO4. സെക്കൻഡ് ബി വരുന്നത് NaHSO4. സി H4P2O7.
ക്വസ്റ്റ്യൻ എഴുതി വെച്ചോട്ടോ എന്തായാലും. K2MnO4. ഇനി ഫസ്റ്റില് അണ്ടർലൈൻ ചെയ്തേക്കുന്നത് ഇതാണ്, ഫോസ്ഫറസിനെയാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. സെക്കൻഡില് സൾഫർ, അവർ അണ്ടർലൈൻ ചെയ്തേക്കുന്നതിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. തേർഡില് ഫോസ്ഫറസ് തന്നെയാണ്. നെക്സ്റ്റ് അടുത്തതില് മാംഗനീസ് Mn, ഇതാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓരോ ക്വസ്റ്റൻ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ മെത്തേഡൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോ. എ അതിന്റെ ആൻസർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എയുടെ ആൻസർ NaH2PO4. ഇങ്ങനെയാണ് അവർ തന്നേക്കുന്നത്. ഇതിന്റെ പിയുടെ താഴെയാണ് ഈ പി എന്ന് പറയുന്ന ഈ എലമെന്റ് ആണ് അവർ അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്ന എലമെന്റ് ആയിട്ട് വന്നേക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്ന എലമെന്റ് നമുക്ക് അൺനോൺ ആണ്. അതിനെ എക്സ് ആക്കി എടുക്കുക. നമ്മൾ പണ്ട് മാത്സിൽ ചെയ്യുന്നില്ലേ, എക്സ്. ഇതാണ് എക്സ് ആക്കി എടുത്തു. എക്സ് ആക്കി എടുത്തു. ബാക്കിയുള്ള എലമെന്റുകൾ എക്സ് ഒഴിച്ച് ബാക്കിയുള്ള എലമെന്റുകളുടെ വാല്യൂസ് കൊടുക്കണം കേട്ടോ. ഓക്കെ, അത് നമ്മൾ ഈ പഠിച്ചേക്കുന്ന റൂളിൽ നിന്ന് പറയണം. സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എഴുതിയേക്കണം എവിടെ നിന്നെങ്കിലും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ശരിക്കും നോക്ക്, സോഡിയം ഒരു കോമ്പൗണ്ടിലാണ്. സോഡിയം ഒറ്റക്കാണെങ്കിൽ അല്ലെ, ഒറ്റയ്ക്ക് എഴുതിയായിരുന്നു വെച്ചാൽ എത്രയായിരുന്നാണ്? 0 ആണ്. ഇതല്ല, ഒരു കോമ്പൗണ്ടിനകത്ത് സോഡിയം എത്രയായിരിക്കും? ആ പീരിയോഡിക് ടേബിളിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ മോൻ, എത്രയായിരിക്കും? 1 കേട്ടോ. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, 1 ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്ത ആണെങ്കിൽ ശ്രദ്ധിക്കുക. അയാൾ എവിടെന്നാ നോക്കിയത്? നമ്മളൊരു പീരിയോഡിക് ടേബിൾ അല്ലെ, വാല്യൂ എഴുതി വെച്ചിട്ടുണ്ട്. സോഡിയം അല്ലെ, ഒരു കോമ്പൗണ്ടിനകത്ത് എങ്ങനെ നോക്കണം? ഇതുപോലെ നോക്കണം. ഹൈഡ്രജൻ എത്രയായിരുന്നു? ഹൈഡ്രജൻ എത്രയായിരുന്നു? ആ റൂളിലുണ്ട് ഹൈഡ്രജന്റെ റൂള്. എത്രാമത്തെ റൂളായിരുന്നു അത്? ഹൈഡ്രജന്റെ റൂള് നോക്കുക. +1 കേട്ടോ. ഓക്കെ, ഇനി അയാൾ -1 പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും അയാൾ -1 പറഞ്ഞത്? ഇവിടെ മെറ്റൽ വന്നിട്ടുണ്ട്, പക്ഷെ അവിടെ പറയുന്നുണ്ട് ബൈനറി ആയിരിക്കണം. എന്ത് പറയണം? ബൈനറി. ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ? 2 എലമെന്റ് മാത്രമായിട്ട് വരാൻ പാടുള്ളൂ കേട്ടോ. ബൈനറി എലമെന്റും ആയിരിക്കണം അത് കേട്ടോ. ഓക്കെ, കുറെ എണ്ണം വന്നു കഴിഞ്ഞാൽ അത് പറ്റൂല കേട്ടോ. ഓക്കെ, അപ്പൊ ബൈനറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ മെറ്റല്, മറ്റേ ഹൈഡ്രജൻ, അല്ലാതെ വേറെ എലമെന്റുകളൊന്നും വരാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിൽ കേട്ടോ. ഓക്കെ, ബൈനറി എലമെന്റ്. അപ്പൊ ആ ശ്രദ്ധിക്കുക, ബൈനറി കോമ്പൗണ്ട് ആയിരിക്കണം. അതിൽ മാത്രമാണ് അത് ഉപയോഗിക്കാവൂ. അപ്പൊ ഇവിടെ എന്ത് തന്നെയായിരിക്കും? അമൻ പറഞ്ഞ പോലെ +1 തന്നെയാണ് കേട്ടോ. 1 തന്നെയാണ്, പോസിറ്റീവ് ആണ്. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 2 ഉണ്ട്. അപ്പൊ ×2 ഉണ്ടോ? ഓക്കെ, ×2 കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഹൈഡ്രജൻ 1 ആണ്, 1 × 2. ഇനി എക്സ്, ഫോസ്ഫറസിനെയാണ് എക്സ് എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അറിയാം. ഇനി പി എന്ന് കൊടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ എക്സ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഓക്സിജൻ ആണ്. എത്രയായിരിക്കും ഓക്സിജന്റെ ചാർജ്? -2 അറിയാലോ അല്ലെ? ഇനി എന്ത് ചെയ്യും? -2 × എത്ര ഓക്സിജൻ ഉണ്ട്? 4. ഇനി ലാസ്റ്റത്തെ റൂൾ എന്ന് പറഞ്ഞേ നിങ്ങൾ, അതനുസരിച്ചിട്ടാണ് എഴുതാൻ പോകുന്നത്. ലാസ്റ്റത്തെ റൂൾ, ഓൾജിബ്രിക് സം എന്തായിരിക്കണം? 0 ഉണ്ടോ? ഒരു കോമ്പൗണ്ട് ഓൾജിബ്രിക് സം എത്രയായിരിക്കും? 0. അപ്പൊ =0. ഇനി ഇതിന്റെ ആൻസർ എത്ര പേർക്ക് പെട്ടെന്ന് കിട്ടും നോക്കട്ടെ. കിട്ടിയോ? 5 കിട്ടിയോ? കുഴപ്പമില്ലോ അല്ലെ? ചെയ്ത് നോക്കിയേ. 1 + 2 + x -8 = 0. Then x ഇത് 3 ഇത് വരും -5 = 0. Then x is equal to അതിന്റെ പുറത്തേക്ക് പോകുമ്പോൾ 5. ഇങ്ങനെയാണ്. ഇതാണ് എയുടെ ആൻസർ ആയിട്ട് വരുന്നത്. എ. ബി എങ്ങനെയായിരിക്കും? ബി അടുത്ത ബി ആണ് ചെയ്യാൻ പോകുന്നത്. ബി NaHSO4. NaHSO4. ഇവിടെ ഈ സൾഫർ ആണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത് അല്ലെ? സൾഫർ ആണ്. നിങ്ങൾ തനിയെ ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യാം, മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ
ഇവിടെ വീണ്ടും നോക്കുക, ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത ഞാൻ ഇൻഡിവിജ്വലി ഒന്ന് ചെക്ക് ചെയ്യും. അപ്പൊ കിട്ടണം ഇവിടെ സോഡിയം അല്ലെ, സോഡിയം എത്രയായിരിക്കും? സോഡിയം എങ്ങനെ നോക്കണം? ടേബിളിൽ നിന്ന് നോക്കണം അല്ലെ. എത്രയായിരിക്കും അത്? 1 കേട്ടോ. സോഡിയം 1 ആണ്. പ്ലസ് ഹൈഡ്രജൻ ഇവിടെയും 1 ആണ്. സൾഫറിന് എക്സ് എന്ന് ഞാൻ കൊടുത്തു. പ്ലസ് ഓക്സിജൻ എത്രയായിരിക്കും? -2 × 4 ഈക്വൽ ടു 0. സോ എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എക്സ് ഈസ് ഈക്വൽ ടു 6. സിയും ഡിയും കേട്ടോ പെട്ടെന്ന് കണ്ടെത്തുക. ഇൻഡിവിജ്വലി ഞാൻ നോക്കും കേട്ടോ. ഓക്കെ, ഓൺലൈനിലാണെങ്കിൽ പറയാൻ വേണം. P2 എന്ന് പറയുമ്പോൾ 2x ആക്കി എടുക്കണം. എത്രയായിട്ട് എടുക്കണം? 2x എന്നിട്ട് എക്സ് കേട്ടോ. ഒരു ഇൻഡിവിജ്വൽ എലമെന്റ് ഫോസ്ഫറസിന്റെയാണ് കണ്ടെത്തേണ്ടത്. ഏത് ചോദിച്ചോ? അല്ല, ഫോസ്ഫറസ് നോൺ മെറ്റലാ കേട്ടോ. ഫോസ്ഫറസ് നോൺ മെറ്റലാ. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് ഇത് അല്ലെ P2 ആണ്. P2 ആകുമ്പോൾ എങ്ങനെ എടുക്കണം? 2x കേട്ടോ. എന്നിട്ട് ഒരു പിയുടെ ആണ് കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ P2 ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പിയുടെ കിട്ടും, അതിൽ നിന്ന് ഒരു പി, ആ രീതിയിൽ കേട്ടോ. ഓക്കെ, അപ്പൊ 2x എന്നിട്ട് ബാക്കിയുള്ള എല്ലാം ഇട്ടിട്ട് എങ്ങനെ കണ്ടെത്തുന്നു കേട്ടോ. ഓക്കെ, വേഗം ഒന്ന് കണ്ടെത്തിയിട്ട് ഇൻഡിവിജ്വൽ കാണിക്കണം. കണ്ടെത്തി, ഗുഡ്. അത് റെഡി? 5 റൈറ്റ് ആണ്. ഒന്ന് ചെയ്തേക്കുന്നൊന്ന് നോക്കിയേക്കട്ടെ. 2x കേട്ടോ. കിട്ടിയ പോലെ തനിയെ ചെയ്യണം കേട്ടോ. ആ പുലിയാണല്ലോ, സ്പീഡിൽ ചെയ്തല്ല. മറ്റേ അങ്ങോട്ട് കണ്ടെത്തി കേട്ടോ. കിട്ടിയോ? ഓക്കെ, ഗുഡ്. ആക്കിയിട്ട് ഇതും കൂടി ചെയ്യും കേട്ടോ. ഫസ്റ്റിന് കിട്ടി, മറ്റേ കിട്ടിയോ? കേട്ടോ, അങ്ങനെ കിട്ടിയ രണ്ടും. -8 6 ഇതാണ്. ഓക്കെ അല്ലേ? കിട്ടിയോ? 7 ഒക്കെ നോക്കാത്ത ക്യാമറ അത് കിട്ടിയില്ല. ആ ശരി കേട്ടോ. എമ്മിന്റെ ഉണ്ട് കണ്ടെത്തണം കേട്ടോ. കിട്ടിയില്ലേ? കിട്ടിയാ? കിട്ടിയില്ലേ? 6 അല്ലേ? ഓക്കെ, 6 അല്ലേ കേട്ടോ. ഓൺലൈനിൽ അമൻ അർജുൻ ഇതിന്റെ ആൻസർ കിട്ടുന്നത് 5 ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ബോർഡിൽ എഴുതാം. ഇവിടെ എല്ലാവരുടെയും ഞാൻ ഇൻഡിവിജ്വലി ചെക്ക് ചെയ്തു, റൈറ്റ് ആണ്. ഓക്കെ ആണോ നിങ്ങള് കേട്ടോ? എന്തെങ്കിലും ഞാൻ ചെയ്യണമെങ്കിൽ പറയണം. ഓട്ടെ, ഓക്കെ ഓക്കെ സാർ അർജുൻ പറഞ്ഞു കേട്ടോ. അമൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം അതുപോലെ കേട്ടോ. അപ്പൊ എനിക്കൊരു സന്തോഷമാണ്. ഇതില് എമ്മിന്റെ വാല്യൂ കിട്ടിയേക്കുന്നത് 6 ആണ്. 6 കേട്ടോ. ഓക്കെ, അമൽ ഓക്കെ ആണോ? ആ വെള്ളമേ കുറിച്ച് ഓക്കെ കേട്ടോ. അപ്പോ ഓർത്ത് വെക്കുക, ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി നമുക്ക് ഇതിനോടൊപ്പം 2 കാര്യങ്ങളൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലേക്ക് ആവാണ്. അതാണ് നമ്മൾ അടുത്തതായിട്ട് അത് ബോക്സിലാക്കി എടുത്തു വെക്കുക. ഓക്സിഡേഷൻ കേട്ടോ. അടുത്ത പോയിന്റ് ആണ് ഓക്സിഡേഷൻ. ഹൈഫൺ ഓക്സിഡേഷന്റെ ഡെഫിനിഷൻ ആണ് ഓക്സിഡേഷൻ. എഴുതി വെച്ചു. An increase in the oxidation number and increases in the oxidation number and increases in the oxidation number
and increases in the oxidation number of the element in the given substance, and increases in the oxidation number of the element in the given substance, and increases in the oxidation number of the element in the given substance. അതാണ് ഓക്സിഡേഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ റിഡക്ഷൻ എന്തായിരിക്കും? അടുത്ത റിഡക്ഷൻ താഴെ എഴുതി വെക്കുക. A decreases in the oxidation number of the element, a decreases in the oxidation number of the element in the given substance, a decreases in the oxidation number of the element in the given substance. ഓക്കെ ആണോ? ഇനി നമ്മൾ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ് ഇതില് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴെ നമ്മൾ വരുന്ന ഒരു എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, അതിൽ കുറെ എക്സാമ്പിൾസ് നമുക്ക് ഇങ്ങനെ ചെയ്തു പോവാം. ഇനി ഇത് പ്രാക്ടീസ് ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ആലോചിക്കും. അപ്പൊ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ഒന്നും ഇല്ലെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ അണ്ടർലൈൻ ചെയ്യുക. അതിൽ ഫസ്റ്റ് ഹെഡിങ് കോമ്പിനേഷൻ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, അതൊക്കെ തന്നെ കേട്ടോ. ഓക്കെ, അതിലെല്ലാത്തിലും റിഡോക്സ് നോക്കാൻ പോവാണ്. കോമ്പിനേഷൻ റിയാക്ഷൻ, കോമ്പിനേഷൻ റിയാക്ഷൻ. C+O2 gives CO2. കോമ്പിനേഷന്റെ ഡെഫിനിഷൻ ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ഡെഫിനിഷൻ ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. എന്തായിരിക്കും? 2 or more reactants combine to form a single product. അതിനെയാണ് കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊന്നും ചോദിക്കത്തില്ല അവര്. ഇതില് ഇങ്ങനെ തന്നിട്ട് അത് ഏത് ടൈപ്പ് ആണെന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ എയും ബിയും കൂടി ജോയിൻ ചെയ്താൽ AB ഉണ്ടാവും. ആ ടൈപ്പ് ആണ് അല്ലേ? ഓക്കെ, ഇതില് ഓരോന്നിന്റെയും അസൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ബാക്കിൽ നിന്ന് തുടങ്ങാം അവിടെ നിന്ന് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? ഇതിന്റെ മുകളിൽ എഴുതണം നമുക്ക്. ഒരു എലമെന്റ് ആദ്യത്തെ റൂൾ വായിച്ചു നോക്കുക, എന്നിട്ട് പറയാം കേട്ടോ. ഫസ്റ്റ് റൂളിൽ പറയാണ് ഒരു എലമെന്റ് ഒറ്റയ്ക്ക് നിന്നാൽ 0, ഒറ്റയ്ക്ക് നിന്നാ 0 ഉണ്ടോ? ഓക്കെ, വേറെ ആരായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒറ്റയ്ക്കാണ്. അപ്പൊ 0. O2 ആരെങ്കിലും ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? ഒന്നുമില്ല. അപ്പൊ എന്തായിരിക്കും? 0 ഉണ്ടോ? O2 N2 അല്ലെ, അവിടെയും കൊടുത്തിട്ടുണ്ട്. ആരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് 0 ഉണ്ടോ? ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി CO2 ഇവിടെ പറ. CO2 അതിൽ C എത്രയായിരിക്കും? ഓക്സിജൻ എത്രയായിരിക്കും? എക്സിറ്റ് നേരത്തെ കണ്ടെത്തിയ പോലെ കണ്ടെത്തണം ഓരോന്നിന്റെ. എങ്ങനെയായിരിക്കും കണ്ടെത്തിയ? എക്സ് പ്ലസ് ഓക്സിജന്റെ എത്രയായിരുന്നു? -2 into 2 equal to 0. X is equal to, ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? 4. അപ്പോ ഇവിടെ ഈ കാർബണിന്റെ മുകളിൽ ഞാൻ എന്ത് കൊടുക്കും? +4. ഓക്സിജന്റെ മുകളിൽ എന്ത് കൊടുക്കും? -2 കേട്ടോ. ഓക്കെ, -2. അടുത്ത ആള് പറയണം ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ കൂടിയത് ആർക്കാണ്? ഇപ്പൊ കാർബൺ നോക്ക്. കാർബൺ 0യിൽ നിന്ന് 4ലേക്ക് പോയി. കൂടിയോ കുറഞ്ഞോ? കൂടി അല്ലെ. അപ്പൊ എന്തായിരിക്കും അത്? ഓക്സിഡേഷൻ കേട്ടോ. ഓക്കെ, ഇത്രയുള്ള പരിപാടി ഇത് ഇങ്ങനെ എഴുതി വെക്കും. ഇതാണ് എന്താ? ഓക്സിഡേഷൻ. ബ്രാക്കറ്റിൽ എന്ത് എഴുതി വെക്കണം? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. ഇനി നോക്കുക, 0യിൽ നിന്ന് -2ലേക്ക് പോയി. അപ്പൊ എന്തായിരിക്കും? റിഡക്ഷൻ അല്ലെ, ഡിക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോ ഇവിടെ ഡിക്രീസ് ആണ്, റിഡക്ഷൻ. ഡിക്രീസ് ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓക്കെ, ഡിക്രീസ് ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ ഇൻക്രീസ് ആണ്, അവിടെ ഡിക്രീസ് ആണ് കേട്ടോ. വേഗം എടുത്തെഴുതും. ഇൻക്രീസും ഡിക്രീസും. ഇൻക്രീസ് ഉണ്ട്, ഡിക്രീസ് ഉണ്ട്. അപ്പോൾ കോമ്പിനേഷനിൽ ഒരു എക്സാമ്പിൾ ആയി.
അടുത്തത് ഡീകമ്പോസിഷൻ. നിങ്ങൾ പണ്ട് ഡീകമ്പോസിഷൻ പഠിച്ചിട്ടുണ്ട്. ആ ഡീകമ്പോസിഷൻ തന്നെ ഓർത്ത് വെച്ചാൽ മതി. എന്തൊക്കെയാണ് പഠിപ്പിച്ചേക്കുന്നത്? തെർമൽ ഡീകമ്പോസിഷൻ, പിന്നെ എന്തൊക്കെയായിരുന്നു? ഇലക്ട്രോലൈറ്റിക് ഡീകമ്പോസിഷൻ, ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ. ഈ എല്ലാ ഡീകമ്പോസിഷനും തന്നെയാണ് ആക്ച്വലി ഇവിടെയും അവർ നോക്കുന്നത്. ആ ഡീകമ്പോസിഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ആദ്യത്തെ കോമ്പിനേഷൻ ഒരു എക്സാമ്പിൾ എഴുതി. ഇനി ഡീകമ്പോസിഷൻ ഒരു എക്സാമ്പിൾ എഴുതാണ്. വാട്ടറിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എന്ത് കിട്ടും? H2O അല്ലെ? അതിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എന്തൊക്കെ കിട്ടും? H2+O2. H2+O2 ബാലൻസ് ചെയ്യുമ്പോ അല്ലെ ഇവിടെ 2 കൊടുക്കാം. അപ്പൊ ഇവിടെയും 2 വരും കേട്ടോ. അപ്പൊ ഹെഡിങ് എഴുതി വെക്കുക, ഡീകമ്പോസിഷൻ ആണ്. ഡീകമ്പോസിഷൻ. ഇനി നിങ്ങൾ പറയണം കേട്ടോ, ഇവിടെ നോട്ട് തുടങ്ങാം. ഇവിടെ ഹൈഡ്രജന് എത്രയായിരിക്കും ചാർജ്? ഹൈഡ്രജന് ജനറൽ എത്രയായിരിക്കും? 1 കേട്ടോ. ഓക്കെ, 1 + 1 കേട്ടോ. ഓക്കെ, -1 എവിടെ മാത്രമേ വരുള്ളൂ? മെറ്റൽ NH ഉണ്ടോ? അങ്ങനെ മെറ്റലായിട്ട് മെറ്റലും ഹൈഡ്രജനും മാത്രം ആവണം, എങ്കിൽ മാത്രമേ വരുള്ളൂ കേട്ടോ. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഹൈഡ്രജൻ എന്ത് തന്നെയായിരിക്കും? 1 കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ കണ്ടാൽ നിങ്ങൾ പേടിക്കണം, അപ്പൊ തന്നെ 1 എന്ന് പറഞ്ഞേക്കണം. മറ്റേത് വളരെ കുറവ് വരുള്ളൂ. ഇത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൻ ഓക്സിജൻ എത്രയായിരിക്കും? ഓക്സിജൻ എന്തായിരുന്നു? -2 കേട്ടോ. വെരി ഗുഡ്. -2 അല്ലാതെ 2 കേസുള്ളൂ. ഏതാ? H2O2 ഉണ്ടോ? പെറോക്സൈഡിനൊക്കെ ആണ് വരുള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിനും -2 ആണ്. അപ്പൊ ഓക്സിജനും ഹൈഡ്രജനൊക്കെ കണ്ടാൽ അത് ഫിക്സ്ഡ് ആണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഈ ഹൈഡ്രജന് എത്ര കൊടുക്കും? എത്രയായിരിക്കും ചാർജ്? ഓക്സിഡേഷൻ നമ്പർ. ഇനി നോക്കിയ ഫസ്റ്റ് റൂൾ വായിച്ചേ. എന്തായിരുന്നു? ശരിയാ, 0. എന്തുകൊണ്ടാ 0? ഒറ്റയ്ക്ക് നിൽക്കുന്നത് അല്ലെ? നമ്മൾ പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോകും. അറിയാതെ ഹൈഡ്രജൻ കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞു പോകും. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ആരുമായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. അൺകമ്പൈൻഡ് സ്റ്റേറ്റ് അല്ലെ, ഓർ ഫ്രീ സ്റ്റേറ്റ്. ആ വേർഡ് ശ്രദ്ധിക്കുക അല്ലെ. ആ ഫ്രീ സ്റ്റേറ്റിലാകുമ്പോ എന്ത് വരും? 0 ഉണ്ടോ? ഓക്കെ, ഇനി O2 എത്രയായിരിക്കും? പറഞ്ഞു O2 0. വെരി ഗുഡ് കേട്ടോ. ഓക്കെ, കണ്ടോ, ജോയിൻ ചെയ്തിട്ടില്ല അല്ലെ, 0. ഇനി കേട്ടോ. ഓക്കെ, ഇനി പറയണം ഇതില് ഓക്സിഡേഷൻ എങ്ങനെയാണ്, റിഡക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിയേ, ഹൈഡ്രജന് എന്ത് സംഭവിക്കുന്നു, ഓക്സിജൻ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നോക്കാം, +1 0 ആയി. +1 0 ആയാൽ എന്തായിരിക്കും? +1 0 ആയാൽ എന്തായിരിക്കും? പറഞ്ഞില്ലേ? പറഞ്ഞാൽ എന്തായിരിക്കും? റിഡക്ഷൻ. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതി വെക്കുക, ഇത് +1 0 ആയി, റിഡക്ഷൻ. ബ്രാക്കറ്റിൽ എന്ത് എഴുതണം? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ -2 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസസ് ആണ്. അപ്പൊ എന്തായിരിക്കും? ഓക്സിഡേഷൻ. ബ്രാക്കറ്റിൽ ഇൻക്രീസസ് കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ്. അടുത്തൊരു എക്സാമ്പിൾ കൂടി എഴുതി കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. റിഡോക്സ് ഡിസ്പ്ലേസ്മെന്റിൽ എങ്ങനെയാണ് വരുന്നതാണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എഴുതി വെച്ചോ. CuSO4 plus Zn gives CuSO4 plus Zn gives എന്ത് വരും? പറഞ്ഞേ, പണ്ട് മുതലേ പഠിച്ചേക്കുന്നല്ലേ? അയ്യേ, ZnSO4 plus Cu അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചേക്കുന്ന അതേ എക്സാമ്പിൾ ആണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. CuSO4 plus Zn gives എന്ത് വന്നു? ZnSO4 plus Cu. CuSO4 അല്ലേ ആണ് എടുക്കേണ്ടത്. Zn ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കുക, SO4 പണ്ട് മുതലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. SO4ന്റെ വാലൻസി 9th ആദ്യം പഠിപ്പിച്ചേക്കുന്നത്. SO4 എത്രയായിരുന്നു? SO4 CO3
ഇതെല്ലാം വാലൻസിയുടെ 9th ഒരു ടേബിളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 9th ആദ്യം വാലൻസി പഠിക്കുന്നത്, ഓർമ്മയുണ്ടോ? ഇങ്ങനെ ക്രോസ് ചെയ്യാനായിട്ടൊക്കെ പഠിപ്പിക്കുന്നത്. SO4 എത്രയായിരിക്കും? -2. വെരി ഗുഡ്, ഒരാൾ പറഞ്ഞു അല്ലെ SO4. കാർബൺ പറഞ്ഞാ ഞാൻ കേട്ടില്ല. ഓക്കെ, അപ്പൊ SO4 -2 ആണ്. അങ്ങനെയാണെങ്കിൽ CU എത്രയായിരിക്കും? ഇത് -2 ആണെങ്കിൽ CU എത്രയായിരിക്കും? +2 കേട്ടോ. ഓക്കെ, അപ്പോ കോപ്പർ +2 ആണ് എന്നുള്ളത് ഓർത്തു നോക്കുക. കോപ്പർ +2 ഉണ്ടോ? ഓക്കെ, റെഡിൽ എഴുതാം. കോപ്പർ +2 ആണ്. അപ്പോൾ ഒരു പ്രശ്നം വരും, സൾഫർ നമുക്ക് അറിയില്ല. സൾഫറിനൊക്കെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാം. അപ്പൊ എക്സിറ്റ് കണ്ടെത്തണം. ഒന്ന് നോക്കി, സൾഫർ എക്സിറ്റ് ആൽ എന്ത് വരും? 2 ഉണ്ടോ? ഓക്കെ, ഇത് നമ്മൾ സൈഡിൽ ചെയ്ത് നോക്കുന്ന പരിപാടിയാണ് അല്ലെ. ഓക്സിജൻ എത്രയായിരിക്കും? -2 × 4 = 0. ഓർത്ത് നോക്കാം. X എത്ര കിട്ടി? 6 കേട്ടോ. ഇതിങ്ങനെ പാരലായിട്ട് ചെയ്യേണ്ടി വരും നമ്മള്. X ഇവിടെ -8 വരും. ആർക്കെങ്കിലും ഡൗട്ട് വേണ്ടാലെന്ന് കരുതിയിട്ടാ മുഴുവൻ ചെയ്യുന്നേ. X - 6 = 0, X = 6. അപ്പൊ ഇത് കണ്ടിട്ടാണ് ഞാൻ +6 എഴുതിയിരിക്കുന്നത്. ഓക്സിജൻ ഒബ്വിയസ്ലി -2. ഇനി സിങ്ക് എത്രയായിരിക്കും? സിങ്കിന്റെ ചാർജ് എത്രയായിരിക്കും? സിങ്ക് എത്രയായിരിക്കും? 0. ഓക്കെ, മനസ്സിലായി അല്ലെ. അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആണെങ്കിൽ 0 ആയിരിക്കും അല്ലെ. ഓക്കെ, ഇനി ZnSO4 ഇതേ കാറ്റഗറിയാണ്. അപ്പൊ എന്തോരം? Zn ഇതുപോലെ തന്നെ ആലോചിക്കുക. SO4 -2 ആണെങ്കിൽ Zn എത്രയായിരിക്കും? +2 ഉണ്ടോ? ഓക്കെ, S എന്ത് തന്നെയായിരിക്കും? ആർണമില്ലല്ലോ, SO4 തന്നെ അല്ലേ. അപ്പൊ ഇത് തന്നെ വരും അല്ലെ. അപ്പൊ എന്തോരം? +6 -2. ഇനി CU എന്തായിരിക്കും? 0. ഡൗട്ട് ഉണ്ടോ CUന്? CU 0 ആയത് എങ്ങനെയാ എന്ന് പറഞ്ഞു നേമൻ. CU 0 ആണെന്ന് പറയുന്നു, ശരിയാണോ? ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട് അല്ലെ. വെരി ഗുഡ്, 0 കേട്ടോ. ഇനി അമ്മൻ പറ, ഇതില് ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ? ആർക്കാണ് ഓക്സിഡേഷൻ? ആർക്ക്? CUന് റിഡക്ഷൻ ആണ് അല്ലെ. ഇതേ ഇവിടെ നോക്കി, CU +2 നിന്ന് എന്തിലേക്ക് മാറി? 0 അല്ലെ. +2 നിന്ന് 0 പോയാൽ റിഡക്ഷൻ കേട്ടോ. അപ്പൊ ഇവിടെ എഴുതി വെക്കാം, റിഡക്ഷൻ. ഇനി സിങ്ക് നോക്കിയേ, സിങ്ക് 0 ആയിരുന്നു, അതിൽ നിന്ന് എന്തായി മാറി? 0 നിന്ന് +2 ആയി. അപ്പൊ എന്തായിരിക്കും? ഓക്സിഡേഷൻ. ബാക്കി ആൾക്കാർക്ക് ഒരു മാറ്റവും അല്ലെ, അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഓക്സിഡേഷൻ ബ്രാക്കറ്റിൽ എഴുതി വെക്കണം കേട്ടോ, ഓരോ ടൈമിൽ എഴുതണം. ഓക്സിഡേഷൻ എന്താണ്? ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ. റിഡക്ഷൻ എന്താണ്? ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, ഇത്രയും വരെ നിൽക്കട്ടെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മഴയൊക്കെ വരണ്ടോ, അതിന് മുമ്പ് വേഗം നിർത്താം. കറക്റ്റ് ടൈമിൽ നിർത്തിയേക്കാം കേട്ടോ, അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ എടുക്കുന്നതാണ്. ഒന്ന് അവിടെ നിൽക്കട്ടെ, നമുക്ക് പെട്ടെന്നൊന്ന് പറയാം കേട്ടോ, വേഗം ഒന്ന് ഓടിച്ച് പറയാം. നമ്മൾ എടുത്തേക്കുന്ന ടോപ്പിക്ക് റിഡോക്സ്. ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു ഒന്ന് പറഞ്ഞേ, മൈൻഡിൽ ഒരു ഐഡിയ കിട്ടണം. ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് റിഡോക്സ് അല്ലെ, പണ്ട് പഠിച്ചേക്കുന്നതായിരുന്നു. സെക്കൻഡ് എന്തായിരുന്നു? ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ലോസ് ഓഫ് ഇലക്ട്രോൺ. ഒറ്റ വേർഡ് പഠിക്കും, ലോസ് ഓഫ് ഇലക്ട്രോൺ, LOS അല്ലെ, ലോ. അപ്പൊ ഓക്സിഡേഷൻ, LO ഉണ്ടോ? LO ഉണ്ട്, ഓക്സിഡേഷൻ. ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ. ബാക്കിയൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ആലോചിച്ചോളും, പേടിക്കണ്ട. അടുത്ത് തേർഡ് മെത്തേഡ്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അതിന്റെ സെറ്റ് ഓഫ് റൂൾസ് പഠിക്കണം കേട്ടോ, മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഈ റൂളും ഇതും വെച്ചിട്ടാണ്. ഇതൊക്കെ എളുപ്പമാണ് ആക്ച്വലി. ഇത് ടെക്സ്റ്റുകൾ ബാക്കിൽ കുറെ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യും. ഇത് കഴിഞ്ഞ് ഒരു ടോപ്പിക്കുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ടെക്സ്റ്റുകൾ, പക്ഷെ അത് കുറെ ചെയ്യേണ്ടി വരും. അതാണ് ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊന്ന് പഠിച്ചിട്ട് വരിക, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇറങ്ങി.